US താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ലോകത്തെ മാറ്റിമറിക്കുക എന്നുള്ളത് അവരുടെ എക്കാലത്തെയും വലിയൊരു അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇറാനെ അവിടുത്തെ ആഭ്യന്തര കലഹം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് മറയാക്കിക്കൊണ്ട് US കുറ്റപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയെ മാത്രമേ ബാധിക്കുകയുള്ളതോ ആഗോളതലത്തിൽ ഇതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? ആഗോളതലത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഇറാനകത്ത് ഇറാനുമായിട്ട് അല്ലെങ്കിൽ ഈ ക്രൈം അതായത് നമ്മുടെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെല്ലാം 25% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് UAE വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്, റഷ്യ വരുന്നുണ്ട്, മറ്റു ചില രാജ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മളത് ഇപ്പം ആദ്യമേ ഇത് ബാധിക്കും അല്ലെങ്കിൽ ബാധിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മളുടെ കയറ്റുമതി ഇറക്കുമതി ഏതാണ്ട് 2 സംതിങ് ആണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 1.6 നമ്മുടെ കയറ്റുമതിയാണ്, ബാക്കി ഇറക്കുമതിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാഭമുള്ളൊരു കാര്യം മാത്രമാണ്. ഈ കയറ്റുമതി ഇറക്കുമതിക്കകത്ത് അമേരിക്കയെ ബാധിക്കുന്ന ഒന്നുമില്ല. അമേരിക്കയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ചില അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ശുദ്ധീകരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ കയറ്റുമതി ചെയ്യുന്ന നമ്മുടെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റ് ചില അതുപോലുള്ള ഐറ്റങ്ങൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ അധിനിവേശം ലോകത്തുടനീളം നടത്തുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ടുള്ളതാണ് ഒന്ന് ഈ നമ്മുടെ ഇവിടെ വെനസ്വേലയിൽ പിടിച്ചടക്കി, രണ്ടാമത് ഇപ്പം ഗ്രീൻലാൻഡ് പിടിച്ചടക്കും എന്ന് പറയുന്നു. ഇവിടെ ഇപ്പം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പാവ സർക്കാരിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇപ്പം അവിടുത്തെ വിഷയം അവിടുത്തെ ഖമേനി എന്ന് പറയുന്ന ആളിൻ്റെ കാര്യവും അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര വിഷയവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ട കാര്യമില്ല. നമ്മൾ 54 തൊട്ട് അവരുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഏത് ഗവൺമെൻറ് അതിന് ശേഷം വന്നിട്ടുള്ളതും നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. മാത്രമല്ല അവിടുത്തെ ഈ ചബഹാർ തുറമുഖം ഉണ്ടല്ലോ, കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതൊരു നല്ല പാതയാണല്ലോ നമുക്ക് ഈ വ്യാപാര ബന്ധത്തിന്. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ അതിനകത്ത് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ പറയുമ്പം ഇയാൾക്ക് കീഴ്പ്പെടാത്ത രാജ്യങ്ങളെ, പല രാജ്യങ്ങളെ, വെനസ്വേല ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻലാൻഡ് ആയാലും മറ്റു പല രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്ന ഒരു രാജ്യമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വെനസ്വേലയുടെ കാര്യം വന്നപ്പോൾ അതിനകത്ത് ചൈനയ്ക്ക് ഭയങ്കര അടി കിട്ടിയിട്ടുണ്ട്. ചൈനയാണ് അവിടുന്ന് 75% പെട്രോൾ ഓയിൽ. ചൈന അവിടെ അമേരിക്കയുടെ ലക്ഷ്യം ചൈനയും റഷ്യയും ഒക്കെയാണ്. ഈ പറയുന്ന ഗ്രീൻലാൻഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ പരസ്യമായിട്ട് പറയുന്നത് സാധാരണക്കാരൻ പറയത്തില്ല, ഇയാളൊരു പൊട്ടനോടാകുന്നുണ്ട്. അത് റഷ്യയുടെയും ചൈനയുടെയും വട്ടമുള്ള നിപ്പ് അവിടെ കടന്നു കയറ്റുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ ഇന്ത്യയുടെ കാര്യത്തിലും പറയുന്നുണ്ട്. ഇന്ത്യ അയാളുടെ വരുതിക്ക് നിൽക്കുന്നില്ല. അയാളുടെ വരുതിക്ക് നിൽക്കാത്തതുകൊണ്ട് ഇയാൾ പല മാർഗങ്ങളും ഉപയോഗിച്ചു. ഇയാൾ നമ്മളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഇപ്പം ഏറ്റവും അവസാനം ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് ട്രെയിനിങ് അവിടെ സംയുക്ത സൈനിക അഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലില്ല, പാകിസ്ഥാനിൽ സംയുക്ത സൈനിക അഭ്യാസം നടന്നുകൊണ്ടിരിക്കുക അമേരിക്കയുടെ. അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സർക്കിർക്ക് മേഖലയിൽ ഇന്നലെ 3000-ഓളം പട്ടാള ഓഫീസർമാർ വന്നു കഴിഞ്ഞു. US പ്രതിരോധ സംവിധാനം, റഡാർ സംവിധാനം വിന്യസിച്ചു കഴിഞ്ഞു. ഉപരിതല മിസൈലുകൾ വിന്യസിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾക്കെതിരെ ഒരു നീക്കം വളരെ കൃത്യമായിട്ട് നടത്തുന്നു. അതായത് അയാൾക്കെതിരെ വരുന്ന ഇപ്പം ഈ ലോകം മൊത്തവും അയാൾക്കല്ലാത്ത, അയാളുടെ കയ്യിലല്ലാത്ത ഒരു സംവിധാനം വരുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. പക്ഷേ ഈ വെനസ്വേലയിലെ കാര്യത്തിനകത്ത് ചൈന ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ റഷ്യ നമ്മൾ വിചാരിച്ച് ഇടപെടും, ഒരുപാട് ഇടപെട്ടില്ല. ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിനകത്ത് മതി. പക്ഷേ ഇറാൻ്റെ കാര്യത്തിനകത്ത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം ഇതിനകത്ത് പരസ്യമായിട്ട് റഷ്യ ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് വരും, ചൈന ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഇടപെടിയിൽ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ സ്റ്റാർലിങ്ക് ആയിരുന്നല്ലോ അവിടുത്തെ നെറ്റ്, അതിൻ്റെ അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ നേരത്തെ അവിടെ പലവട്ടം ഈ പറയുന്ന പോലെ അവിടെ സമരങ്ങൾ നടക്കുമ്പോൾ ഇന്റർനെറ്റ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ടാണ് മസ്കിന്റെ ഇവിടെ കൊണ്ടുവരാൻ വന്നപ്പോൾ നമ്മൾ നിബന്ധന വെച്ചതിന്റെ കാര്യം നമുക്ക് ഇത് കണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഒരവസ്ഥ വരും. ഇപ്പൊ നമ്മുടെ പല പ്രദേശങ്ങളിലും വിഷയം വരുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് കട്ട് ചെയ്താണല്ലോ ഇത് വിഷയത്തിന് പർവ്വതീകരിക്കുന്നത് കുറയ്ക്കുന്നത്. പക്ഷെ അവിടെ പറ്റുന്നില്ല. പക്ഷെ ഇന്നലെ ചൈനയും റഷ്യയും കൂടെ ഇറങ്ങി ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് താക്കീതും കൊടുത്തിട്ടുണ്ട്. കാരണം വളരെ കൂടുതലായിട്ട് പറയുന്നത് പോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭരണം ഒരു പാവ സർക്കാർ അമേരിക്കയുടെ കെയർ ഓഫിൽ വന്നാൽ ഇന്ത്യയെ ബാധിക്കും, റഷ്യയെ ബാധിക്കും, ചൈനയെ ബാധിക്കും. ഇതിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. കാരണം പിന്നെ മാത്രമല്ല അവിടെ ഇപ്പം ട്രംപ് പട്ടാളത്തെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ റഷ്യ ഇപ്പം പട്ടാളത്തെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് സംശയമുണ്ട്. ഇതേപോലെ പറഞ്ഞല്ലോ ആദ്യമേ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത ഒരു കാര്യം പറഞ്ഞു, അവിടെ സമരത്തിനെതിരായിട്ട് ഒരു നീക്കം ഭരണ അനുകൂലമായിട്ട് നടക്കുക, അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പുറകിൽ പട്ടാളമുണ്ട്. മാത്രവുമല്ല പട്ടാളത്തെ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് നേരിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. നമ്മളിപ്പം ഔദ്യോഗികമായിട്ട് അവർ തന്നെ 2000 പേര് മരിച്ചു. പക്ഷേ ഇന്നലെ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അമേരിക്ക അവിടുത്തെ സമരക്കാരെ നേരിട്ടു എന്ന് പറയുന്നവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്
10,000-ഓളം പേർ മരിച്ചു എന്നാണ്. അതായത് അവിടുത്തെ, പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഈ സമരം വിജയിക്കാൻ അനുവദിക്കുന്ന ഒരവസ്ഥ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല സമരങ്ങളും നടന്നു. ഹിജാബ് സമരം നടന്നു, അവിടെ 500 അവർ പറയുന്നത് മരിച്ചെന്ന്. 500 ഒന്നും അല്ല മരിച്ചു. അതിന് മുമ്പ് പെട്രോളിന്റെ വിഷയം വെച്ചൊരു സമരം നടന്നു. അന്ന് 1,500 പേര് മരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 17. ഇത് 2020-21 ഹിജാബ് സമരം നടന്നത് 22. അതിന് മുമ്പ് ഈ പറഞ്ഞ ഡേറ്റ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അവിടുത്തെ സമരങ്ങൾ വിജയിക്കുന്ന ഒരവസ്ഥയില്ല, അടിച്ചമർത്തുന്ന രീതിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ വെൻസുലേലയും അല്ലെ ഗ്രീൻലാൻഡിന്റെയും ഒക്കെ കാര്യം പോലെ ഇത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പുറകെ ചൈനയും റഷ്യയും ഉണ്ട്. നമ്മൾക്കും അവിടെ താല്പര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പം മിണ്ടാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിലെ വേറൊരു ഘടകം കൂടെ, പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അഡീഷൻ ഉണ്ട്. അതായത് ഇസ്രായേലുണ്ട്, പ്ലെയർ ഉണ്ട്. ഇസ്രായേൽ അവിടെ ഫാഴ്സി ലാംഗ്വേജ്, അവരുടെ ഭാഷ അതാണല്ലോ, മാതൃഭാഷ ഫാഴ്സിയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് വരുന്നവരെ നമ്മൾ പാഴ്സികളെന്ന് വിളിക്കുന്നത്. ആ ഫാഴ്സി ഭാഷയിൽ ലഘുലേഖകൾ ഇട്ടു. അവരോട് പറഞ്ഞത്, പ്രക്ഷോഭകരോടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നഗരങ്ങളെ വളയുക, നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾ ഇസ്രായേലിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങളുണ്ട്. നമ്മൾ കണ്ടതാണ് അവരുടെ ബോംബ് നിർമ്മാണ സമയത്ത് അവിടെ കൊണ്ടുവന്ന് ഇസ്രായേലും അതുപോലെ അമേരിക്കയും കൂടെ ചേർന്ന് ബോംബർ ബസ്റ്റർ അല്ലേ, ആ ബോംബുകളിട്ട സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതെല്ലാം നടന്നത് ഇറാനുള്ളിൽ വെച്ച് തന്നെയാണ്. അയൽ രാജ്യമാണെന്നൊക്കെ വെറുതെ പറയുന്ന. കാരണം അതിനിടയ്ക്കേക്ക് അവർ ഒരു ആക്സസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുവരെ ലഘുലേഖകളുമായിട്ട്. കാരണം എന്താ കാര്യം, ഇറാനുള്ള ഏറ്റവും വലിയ ഇനിയുള്ള ഭീഷണി എന്ന് ഇറാനല്ല, ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇനി ഇറാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ നേരിട്ട് ഗ്രീൻലാൻഡിലോട്ട് പോകാൻ നേരെ ഇറാനിലോട്ട് വരുന്നത്. ഇപ്പം അമേരിക്കൻ പട്ടാളമെല്ലാം റെഡിയാണ് ഇവിടെ വന്ന് ഓക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണെന്ന്. അവർ പറയുന്ന 5,000 പേരെന്ന്. 5,000 ഒന്നും ആയിരിക്കില്ല, 10,000 പേരെന്ന് കണക്ക്. ഇപ്പം ഇറാൻ തന്ത്രപരമായിട്ട് വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, അവർ അടിച്ചമർത്തവരെ മുഴുവൻ കൊല്ലും, റവല്യൂഷണറി ഗാർഡ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു ഗാർഡ്സിൻ്റെ ഒരു റിഗാർഡ് വന്നിരിക്കുന്നു. ഈ വളരെ ഇളവ് അനുവദിച്ചിരിക്കുന്നു. അവർ പ്രക്ഷോഭകരെ അങ്ങനെ അടിച്ചമർത്തുന്നില്ല, കൊല്ലുന്നില്ല. കാരണം റഷ്യ പറഞ്ഞു കാണും ഇത് കുഴപ്പത്തിലേക്കുള്ള പോക്കാണ്, അതുകൊണ്ട് നടങ്ങ് എന്നുള്ളൊരു ഉപദേശം റഷ്യ കൊടുത്തു കാണും. നമ്മളറിയും, ഇത് പലതും നമ്മളറിയില്ല, ഇത് രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇറാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു രാജ്യമുണ്ടെങ്കിൽ അതിപ്പോൾ റഷ്യ മാത്രമാണ്. അവർ ചൈന ഇടപെടത്തില്ല, ചൈന തന്ത്രപരമായിട്ട് അങ്ങ് മാറി നിൽക്കുകയുള്ളൂ, അവർക്ക് അത്ര ആവശ്യമില്ല. അതുകൊണ്ട് റഷ്യ തീർച്ചയായിട്ടും പ്രശാന്ത് മാഷ് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഏകധ്രുവ ലോകം സൃഷ്ടിക്കാൻ അമേരിക്കയെ റഷ്യ അനുവദിക്കുകയില്ല. കാരണം അതിനുള്ള ആയുധങ്ങൾ അവർക്കുണ്ട്. പണമില്ലെങ്കിലും ആയുധത്തിനൊരു കുറവുമില്ല. അവർ തീർച്ചയായിട്ടും അമേരിക്കയുടെ അങ്ങേയറ്റം വരെ എത്തിക്കാനുള്ള മിസൈൽ പവേഡായിട്ടുള്ള ഒന്ന് അവർ ഈയിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിപ്പം യുക്രൈനിലേക്ക് അവർ വായിച്ചിട്ടുമുണ്ട്. മനസ്സിലായില്ലേ, താങ്ങാൻ പറ്റില്ല അമേരിക്കയ്ക്ക്. അതുപോലത്തെ സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് യുക്രൈൻ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ട് പുടിൻ ഇരിക്കുന്നത്. അപ്പോൾ ആ പുട്ടിൻ്റെ ഒരു താങ്ങ് എന്തായാലും ഇറാന് കിട്ടും. ഇവിടെ പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അവർ പശ്ചിമേഷ്യയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഹെസ്ബുള്ള പോയി, ഹൂത്തികൾ പോയിട്ടില്ല, ഹെസ്ബുള്ളയും ഹമാസും പോയി. പക്ഷേ ഹൂത്തികൾ ഇപ്പോഴും ശക്തമാണ്. യമനിൽ ഇപ്പോഴും അവർ അവരാണ് ഭരിക്കുന്നത്, യമൻ ഭരിക്കുന്നത്. മനസ്സിലാക്കി. അവിടെ വേറൊരു രസം കൂടെ കിടപ്പുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കേണ്ടത്. അവിടെ പിന്നെ UAE അതുപോലെ സൗദി അറേബ്യയും തമ്മിൽ യുദ്ധം നടത്തുകയാണ്. തെക്കൻ യമൻ്റെ പക്ഷം ചേർന്നുകൊണ്ടാണ് UAE അവിടെ യുദ്ധം നടത്തുന്നത്. അല്ല, പിന്നെ യമൻ മൊത്തം ഒന്നായി വേണമെന്ന് പറയുന്ന പക്ഷത്തിൻ്റെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സൗദി അറേബ്യ. ഇവരുടെ പട്ടാളങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയവിടെ. ഏറ്റവും സൗഹൃദത്തിൽ അയൽപക്കമായി കഴിയുന്ന രണ്ട് രാജ്യങ്ങൾ. ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നത്. നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഏറ്റുമുട്ടലും കൂടെ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ ശക്തരാണ് ആരാണ് അവിടെ? സൗദി അറേബ്യ. അവിടുന്ന് എങ്ങനെയും ഇങ്ങ് പോന്നാൽ മതി എന്ന ഹൂത്തികളുടെ ആക്രമണം കാരണം. ഹൂത്തികൾ ഇപ്പോഴും ശക്തരാണ്. ഹൂത്തികൾ ഒരു മിസൈൽ അയക്കാൻ അവർക്ക് ശക്തിയുണ്ട്. അവരുടെ പണമെന്ന് പറയുന്നത് അവിടുത്തെ എണ്ണയൊന്നുമല്ല, കപ്പലുകളിൽ നിന്ന് കിട്ടുന്ന ധനമാണ്. മാത്രമേ ഈ ഇറാന്റെ സഹായം ഉണ്ടല്ലോ, പ്രോക്സികളെ. പ്രോക്സി, അതെ, അങ്ങനെയുള്ള സഹായമുണ്ട്. അതുകൊണ്ട് വളരെ സങ്കീർണമാണ്. അമേരിക്കൻ പട്ടാളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ വെനസ്വേലയെ പോലെ ആയിത്തീരും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആവത്തില്ല, തിരിച്ചടി കിട്ടും.
തിരിച്ചടി കിട്ടുമെന്നല്ല, അങ്ങനെ ഇറാനിലെ പ്രക്ഷോഭങ്ങൾ നമ്മൾ പലതും പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രക്ഷോഭങ്ങൾ വിജയിക്കുന്നില്ല, ആൾക്കാർ മരണപ്പെടുന്നേ ഉള്ളൂ. പ്രക്ഷോഭം വിജയിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഇതിനകത്ത് വേറെ കാര്യം കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഒരു മുഖമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖമുള്ളൂ. ഇവിടെ വിവിധ മുഖങ്ങളാണ്. അങ്ങനെ പ്രക്ഷോഭകാരികൾ എല്ലാം ഇറങ്ങുമ്പോൾ ഇവർക്ക് വിവിധ നേതാക്കന്മാർ ഓരോരുത്തർക്കും ഓരോ അജണ്ട, അപ്പോൾ ഇവരെ പൊളിക്കാൻ പറ്റും. മാത്രവുമല്ല ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറയത്തില്ലായിരുന്നു, നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് 5 രൂപ പട്ടാളം എന്നൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ലായിരുന്നു. കാരണം നമ്മുടെ ഇടയിൽ വാർത്ത കളക്ട് ചെയ്യുന്നു. ഇതുപോലെ ഇറാന്റെ ഈ സൈനിക എൻ്റെ പേരുണ്ടല്ലോ, ഈ റവല്യൂഷണറി ഗാർഡ്സ്, അതിന്റെ ഒരു വിങ് ഉണ്ട്, ഇങ്ങനെ രഹസ്യ ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഈ ജനങ്ങളുടെ ഇടയിലുള്ള കാര്യം ക്യാച്ച് ചെയ്യും. എന്നിട്ട് ഇതിനിറക്കുന്ന ആൾക്കാരെ പൊക്കും. അപ്പം എല്ലാ രീതിയിലും കുഴപ്പങ്ങളുണ്ട്. പിന്നെ മാത്രവുമല്ല ഇതിനകത്ത് ഇസ്രായേലും ഈ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പാണ്, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവനാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. ഖമേനിയെ മാറ്റി അവരാഗ്രഹിക്കുന്ന പഴയ ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ അവർക്ക് ഈ ത്രെട്ട് മാറിക്കിട്ടും. അതെ, അല്ലെങ്കിൽ ആ രാജഭരണകാലം 72 മുമ്പുള്ള അത് വന്നാൽ അവർക്ക്, അപ്പൊ അവരതിനു വേണ്ടി ശ്രമിക്കുന്നു. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിന്റെ ഒരു വിഷയമുണ്ട്. പിന്നെ അതിന് അമേരിക്ക കൂടെ നിൽക്കുന്നു. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലും ഒരുപക്ഷെ ഈ ദക്ഷിണേഷ്യയിലും ഒക്കെ സാന്നിധ്യമില്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇതിപ്പോ വല്ലാത്തൊരു ഇന്ത്യ, ചൈന, റഷ്യ, ഇപ്പൊ ഇറാൻ ഇതെല്ലാം കൂടെ വരുമ്പോഴേ നമുക്കിപ്പോൾ അതിനകത്ത പ്രശ്നമല്ലല്ലോ. നമ്മളുമായിട്ടൊരു രാജ്യം നിൽക്കുന്നതും നമുക്ക് ആ രാജ്യത്തെ കൊണ്ടുള്ള പ്രയോജനം, അവിടുത്തെ പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഖമേനി ഭരിക്കുന്നോ, അവിടെ ആളിനെ കൊല്ലുന്നോ, മറ്റോ ഇപ്പം അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കാൻ സമയമില്ല, നാട് നന്നാക്കാനും നമുക്ക് സമയമില്ല. അപ്പം ഇതിനകത്ത് ഈ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു. ഏതായാലും ഇറാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക്. അല്ല, വേറൊരു ഫാക്ടർ കൂടെ നമുക്ക് ചർച്ച ചെയ്യാതെ പൂർണ്ണമാകത്തില്ല. അതായത് ഇപ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള റീസ പൗലവി, പണ്ടിലെ ഇറാനിലെ ഷാ എന്ന് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന ആ റീസ പൗലവിയുടെ മകനായിട്ടുള്ള പൗലവി, അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഭരണാധികാരിയാവണമെന്നൊരാഗ്രഹമുണ്ട്. അതാണ് അമേരിക്ക പ്രൊമോട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇറാനിൽ നിന്നുള്ള എണ്ണ എല്ലാം അവിടുന്ന് വലിച്ചുകൊണ്ട് പോകാം അമേരിക്കയ്ക്ക്. അതാണ് ഒരു സൗകര്യം തേടുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പൗലവി ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദം, ഇറാനിലെ ഷാ ഇന്ദിരാഗാന്ധിയായിട്ടൊക്കെ വളരെ സൗഹൃദമായിരുന്നു. ആദ്യമായിട്ട് ചൈന ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സമയത്ത് ഇറാനിലെ രാജാവായിട്ടുള്ള ഈ ഷാ പറഞ്ഞത് എന്താണെന്നറിയാം? അയൂബ് ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ അന്നത്തെ പട്ടാള ഭരണ മേധാവിയോ പ്രധാനമന്ത്രിയോ ആണ്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിനൊരു കത്തയച്ചു. അതായത് ഇന്ത്യയെ ചൈന ആക്രമിക്കുകയാണ്, അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പട്ടാളത്തെ അങ്ങോട്ട് വിട്ടിട്ട് ഇന്ത്യയെ സഹായിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഈ ഷാ പഹ്ലവി. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഈ അമേരിക്കയിലുള്ള ആൾ. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് പിന്നെ അയൂബ് ഖാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞങ്ങൾ പട്ടാളത്തെ അയക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ചൈനയെ സഹായിക്കാതിരിക്കുന്നത് തന്നെ ഇന്ത്യക്കുള്ള ഒരു സഹായമല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 54 തൊട്ട് രാജ്യമായിട്ട് നമുക്കുള്ള സൗഹൃദം ആരും മാറിയണക്കെ നമുക്ക് ആ സൗഹൃദത്തിനകത്തും നമ്മുടെ നിലപാടുകൾ അംഗീകരിക്കുന്നതിനകത്തും അവർക്ക് വ്യത്യാസം വരുത്തിയിട്ടില്ല. അപ്പൊ ഇനിയും ഒരു പാവ സർക്കാർ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്ക നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരുന്നതിന് വേണ്ടി ഇന്ത്യ, ചൈന, റഷ്യ അനുവദിക്കുന്ന പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും വരില്ല. പക്ഷേ ഭരണമാറ്റം വന്നു കഴിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് അന്ന് ആ പഴയ രാജകുടുംബം വെച്ച് സാറ് പറയും. വരുന്നാലേ പറയാൻ. ഓക്കെ. ABC മലയാളത്തിൻ്റെ കൂടെ ABCക്ക് ഒരു ഹിന്ദി ചാനലുണ്ട്, ABC ഹിന്ദി. അത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ വരിക്കാരാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.